നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. റിവിഷനാണ്. പഠിച്ച കൺസെപ്റ്റുകളൊക്കെ ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടോ നോക്കുക. അങ്ങനെ റിവൈസ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. കൂടുതലായിട്ട് സമയം എടുക്കാനില്ല കേട്ടോ. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നത് ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലിവിങ് സ്റ്റാൻഡേർഡാണ്. എൻവിയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ത് കാരണമാണെന്ന് ചോദിച്ചാൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം പോപ്പുലറാക്കിയത് ആശയം ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ്. വേൾഡ് കമ്മീഷൻ ഓൺ എൻവിയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഇയർ 1987 ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻ പറയുന്നത് പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ, സുസ്ഥിരമായ വികസനമാണ്. അടുത്തത് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസാണ്. നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രധാന എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഡിഫോറസ്റ്റേഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ. അർബനൈസേഷൻ്റെ സൈഡ് എഫക്ട്സ് പൊല്യൂഷനാണ്. നഗരവൽക്കരണം. ഓക്കെ, പൊല്യൂഷൻ. അടുത്തത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഗ്ലോബൽ വാർമിംഗ് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. മോൺട്രിയൽ ഓസോണിൻ്റെതാണ് അല്ലേ. യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അംഗീകരിച്ച വർഷം 1992 ആണ്. ഓസോൺ ലെയർ സംരക്ഷിക്കാനുള്ളതാണ്, നമ്മൾ പറഞ്ഞു, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അടുത്തത് ഇൻഇക്വാലിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റൽ എന്നുള്ള പാർട്ടിൽ നിന്നാണ്. എൻവിയോൺമെൻറ്റൽ ഇൻജസ്റ്റിസ്, പുവർ സഫർ മോർ പൊല്യൂഷൻ എന്നുള്ളതാണ്. പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, പൊല്യൂട്ടർ കോമ്പൻസേറ്റ് ചെയ്യണം അയാളുണ്ടാക്കിയ ഡാമേജസിന്. ക്ലൈമറ്റ് ചേഞ്ച് കൂടുതൽ ബാധിക്കുന്നത് ഡെവലപ്പിംഗ് നേഷൻസിനെയാണ്. ഇനി ഡെവലപ്മെൻറ്റ് തിയറീസ് ആൻഡ് എൻവിയോൺമെൻ്റ് ആണ്. GDP ഗ്രോത്ത് മാത്രം ഡെവലപ്മെൻറ്റായി കാണുന്നത് ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ് കേട്ടോ. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI ആരംഭിച്ചത് UNDP ആണ്. UNDP HDI അവതരിപ്പിച്ച വർഷം 1990 ആണ്. അമർത്യ സെൻ വികസിപ്പിച്ച അപ്രോച്ചായിരുന്നു ക്യാപ്പബിലിറ്റി അപ്രോച്ച്. ഓക്കെ, ക്യാപ്പബിലിറ്റി അപ്രോച്ച് മെയിൻലി ഫോക്കസ് ഓൺ ഫ്രീഡം ആൻഡ് ചോയ്സസ്. നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ പഠിക്കണം. നോൺ റിന്യൂവബിളാണ് കോള്, റിന്യൂവബിളാണ് സോളാർ എനർജി. എഫോറസ്റ്റേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പ്ലാന്റ് ട്രീസ്. SDGs എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ്. 2015 യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് സ്വീകരിച്ചത് 2015. ഇനി നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ എന്നത് ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലഷൻ ഇമ്പോർട്ടൻറ്റ് കാരണം ഓവർ എക്സ്ട്രാക്ഷൻ ആണ്. ലാൻഡ് ഡീഗ്രഡേഷന് കാരണം സോയിൽ ഇറോഷൻ. ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണം. ഓവർ ഗ്രേസിംഗ്, മൈനിങ് ആൻഡ് ഡിഫോറസ്റ്റേഷൻ. പിന്നെ മിനറൽ റിസോഴ്സ് സാധാരണ ഏത് വിഭാഗത്തിലാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഓവർ മൈനിങ് കാരണമാകുന്നത് ലാൻഡ് സബ്സിഡൻസ് ആണ്. വാട്ടർ സ്കേഴ്സിറ്റി കൂടുതൽ ബാധിക്കുന്നത് അരിഡ് റീജിയൻസിലാണ്. ഇനി ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സാധാരണ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഡാം, ഹൈവേ, മൈനിങ് പ്രോജക്ട്സ്. നർമ്മദ ഡാം പ്രോജക്റ്റ് ബന്ധപ്പെട്ടത് ഇന്ത്യയിലാണ് അല്ലേ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എതിർത്തത് ലാർജ് ഡാംസ്. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ ബാധിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. റീഹാബിലിറ്റേഷൻ പോളിസിയുടെ ഉദ്ദേശം എന്താ? കോമ്പൻസേറ്റ് ആൻഡ് റീസെറ്റിൽ. എയർ പൊല്യൂഷൻ്റെ പ്രധാന കാരണം എല്ലാം ഉണ്ട്. വെഹിക്കിൾ, ഇൻഡസ്ട്രീസ്, ബേണിംഗ് ഫ്യൂൽസ്. വാട്ടർ പൊല്യൂഷന് സുവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് ഡംപിങ്. നോയ്സ് പൊല്യൂഷൻ്റെ യൂണിറ്റ് ഡെസിബലാണ്. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് വേസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഇൻസിനറേഷനാണ്. ഇനി 3R പ്രിൻസിപ്പിൾ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആണ്. കമ്പോസ്റ്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓർഗാനിക് വേസ്റ്റ് ആണ്, നമുക്കറിയാം അല്ലേ. അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിയമം ഇന്ത്യയിൽ അപ്ഡേറ്റ് ചെയ്തത് 2016 കേട്ടോ, 2016. അടുത്തത് ഡിഫോറസ്റ്റേഷൻ ആണ്. പ്രധാന കാരണം എന്താണ്? അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ, ലോഗിങ്, അർബനൈസേഷൻ. ഡിഫോറസ്റ്റേഷൻ എൻവിയോൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് സോയിൽ ഇറോഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നിവ. ചിപ്കോ മൂവ്മെൻറ്റ് നടന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ്. ചിപ്കോ മൂവ്മെൻറ്റ് പ്രധാന ഉദ്ദേശം ഫോറസ്റ്റ് കൺസർവേഷൻ ആയിരുന്നു.
ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പാരീസ് അഗ്രിമെൻറ്റിൻ്റെ വർഷം 2015 പാരീസ് അഗ്രിമെൻറ്റ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലിമിറ്റ് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ്, കൂടുന്നത് കുറയ്ക്കുക. സീ ലെവൽ റൈസിന് കാരണം ഐസ് മെൽറ്റിംഗ് ആണ്. ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നത് പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ജെൻഡർ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റ്. ജെൻഡർ ഇൻഇക്വാലിറ്റി പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. നെക്സ്റ്റ്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് UNDP ആണ്. നെക്സ്റ്റ്, ജെൻഡർ ബഡ്ജറ്റിങ്ങിൻ്റെ ഉദ്ദേശം അലോക്കേറ്റ് ഫണ്ട് കൺസിഡറിങ് ജെൻഡർ നീഡ്സ്. അടുത്തത് ഫെമിനൈസേഷൻ ഓഫ് പോവേർട്ടി എന്നത് പോവേർട്ടി എഫക്റ്റ് വിമൻ മോർ, അതാണ്. ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ജെൻഡർ പെർസ്പെക്റ്റീവ് ഇൻ പോളിസീസ്. നെക്സ്റ്റ്, ജെൻഡർ ഓഡിറ്റിംഗ് ആണ്. ജെൻഡർ ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ റിവ്യൂ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, ജെൻഡർ ഓഡിറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത് ജെൻഡർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. ജെൻഡർ ഓഡിറ്റിൻ്റെ ഉദ്ദേശം പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി, പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. പോവേർട്ടി ലൈൻ നിർണ്ണയിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ മുമ്പുള്ളതാണ്. അപ്പോൾ നീതി ആയോഗ് എന്ന് മാറ്റി ഓർക്കണേ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ ഓരോന്ന് കിട്ടിയത് കോപ്പി ചെയ്തിട്ടുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഓക്കെ. ഇനി അടുത്ത് നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ NRLM ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ റെഡ്യൂസ് റൂറൽ പോവേർട്ടി ആണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഉദ്ദേശം ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ്, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. എന്താ പറയുക, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പദ്ധതിയാണത് കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്താ, അത് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയുള്ളതാണ് പ്രധാനമായും. ഇനി MNREGS അതിനെക്കുറിച്ചാണ്. എന്താ അതിൻ്റെ ഫുൾ ഫോം? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, തൊഴിലുറപ്പ് പദ്ധതി അല്ലേ. അത് നിയമം പാസ്സായത് 2005 ഓക്കെ. അത് ഉറപ്പ് നൽകുന്നത് എന്താണ്? 100 days വേജ് എംപ്ലോയ്മെൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് പ്രധാനമായും മേഖല ഏതാണെന്ന് വെച്ചാൽ റൂറൽ മേഖലയാണ്. ഈ സ്കീമിൽ സ്ത്രീകൾക്ക് കുറഞ്ഞത് എത്ര ശതമാനം ജോലി എന്ന് വെച്ചാൽ 33 ആണ്. അടുത്ത പഞ്ചായത്ത് രാജാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജാണ്. പഞ്ചായത്ത് രാജിൽ സ്ത്രീകൾക്ക് സംവരണം 33 ആണ്. 73rd അമെൻമെൻറ്റ് ഇയർ 1992 ആണ്. വിമൻ പാർട്ടിസിപ്പേഷൻ PRI ഉദ്ദേശം എന്താണ്? ഗ്രാസ് റൂട്ട് ഡെമോക്രസിയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജിലൊക്കെ സ്ത്രീകളെ സംവരണം എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീയാണ്. ആരംഭിച്ചത് 1998. ഓർത്ത് വെക്കണേ, കുടുംബശ്രീ ബന്ധപ്പെട്ടിരിക്കുന്നത് വിമൻ എംപവർമെൻറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ. ഇനി കുടുംബശ്രീ നമ്മുടെ കേരളത്തിലുള്ളതാണ്. ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ സ്ട്രക്ചർ ചോദിക്കുന്നുണ്ട്. നൈബർഹുഡ് ഗ്രൂപ്പ്, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അങ്ങനെയാണ് ആണ് കേട്ടോ ഉത്തരം. പിന്നെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ഫിനാൻസ് ആണ്. അപ്പോൾ ഇത്രയാണുള്ളത്. ഓക്കെ, താങ്ക് യു.